ഹലോ വെൽക്കം ബാക്ക് ടു കാപ്രിക്കോൺ തോട്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യയിലെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കുന്ന മസാലക്കറി അഥവാ ഇഷ്ടിക്കറിയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണ്, പിന്നെ സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉരുളക്കിഴങ്ങ്, തേങ്ങ ചിരകിയത്. ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു 10 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് തേങ്ങ ചിരകിയത് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ കറിക്കൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ നമ്മുടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് സോയാബീനും ചേർത്ത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ അരപ്പും ആ സമയത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മുഴുവനായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അരപ്പും ജാറ് കഴുകിയ വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ കറി കുറുകി വരുന്നതാണ്. അതിനുശേഷം നമുക്ക് താളിക്കാം. കടുകും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഈ കറിയിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടിക്കറി അഥവാ മസാലക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം.